ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പെന്തക്കോസ്തിൻ്റെ ആത്മാവിൽ ജീവിക്കുക. ലിവ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് പെന്തക്കോസ്റ്റ്. നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് ഈ ഒരു ചിന്താവിഷയമാണ്. പെന്തക്കോസ്റ്റ് ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള 50-ാമത്തെ ദിവസമാണ്. സഭയുടെ ജന്മദിനമാണ്. ദി ബർത്ത്ഡേ ഓഫ് ക്രിസ്ത്യൻ ചർച്ച്. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്ന് യേശുവിൻ്റെ അരുളപ്പാടിനെ ശിരസാ വഹിച്ച് യെരുശലേമിൽ കാത്തിരുന്ന് ശിഷ്യന്മാരുടെ മേൽ, വിവിധ ദേശക്കാരുടെ ഭാഷക്കാരുടെ മേൽ പകരപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ദിനം. കൊടിയ കാറ്റടിച്ചു, ഇടിമുഴക്കം കേട്ടു, അഗ്നിജ്വാലയുടെ പ്രത്യക്ഷത അവരനുഭവിച്ചു. കൂടി വന്ന എല്ലാവരും പെന്തക്കോസ്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. പെന്തക്കോസ്തി ഇളക്കപ്പെരുക്കത്തിൻ്റെ ശബ്ദകോലാഹലങ്ങളുടെ ഒരാത്മീയതയല്ല, പിന്നെയോ ജീവിതത്തിൽ ആവിഷ്കരിക്കപ്പെടേണ്ട ഒരാത്മീക അനുഭവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറയപ്പെടുവാൻ, പരിശുദ്ധാത്മാവിനാൽ ദിനവും ശുദ്ധീകരിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം ആയുസ്സിൻ്റെ അന്ത്യം വരെ നിറവേറ്റുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായിത്തീരണം. പല ദേശക്കാരും പല ഭാഷക്കാരുമായ ആളുകൾ ഒരുമിച്ച് കൂടി. ആരൊക്കെ ഉണ്ടായിരുന്നു അവർ? പാർഥ്യരും, മേദ്യരും, ഏലോമ്യരും, മെസൊപ്പൊത്താമ്യരും, യഹൂദ്യരും, കപ്പദോക്യക്കാരും, പൊന്തോസിലും ആസിയിലും പൃഗ്യയിലും പംഫുല്യയിലും മിസ്രൈമിലും ലിബ്യയിലും പാർക്കുന്നവരും, റോമാക്കാരും, ക്രേത്യരും, യഹൂദരും, അറബി ദേശക്കാരും, അങ്ങനെ 20ഓളം വ്യത്യസ്തരായ വിശ്വാസികളാണ് അന്ന് ഒരുമിച്ച് കൂടി ഈ ആത്മാവിൽ നിറയപ്പെട്ടത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. ഇപ്പോൾ ഒരുമനപ്പെട്ട് ഒരേ ആത്മാവിൽ, ഒരേ ശക്തിയിൽ, ഒരേ ദർശനത്തിൽ നിറഞ്ഞ് ദൈവത്തെ അവർ ആരാധിച്ചു. അതാണ് ആദിമസഭയുടെ അത്ഭുതം. അവർ ഒരുമിച്ച് നിന്നു, ഒരുമനപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടേണ്ടത് ഈ ഒരു ആത്മാവാണ്. ബാബേലിൽ ദൈവം ഭാഷ കലക്കി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവത്തെക്കാൾ വലുതാകാൻ ജനം ബാബേൽ ഗോപുരം പണിതപ്പോൾ ദൈവം അവരുടെ ഭാഷ കലക്കി. എന്നാൽ ഇവിടെ പെന്തക്കോസ്തിൽ എല്ലാവരും അവരവരുടെ ഭാഷയിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പ്രസ്താവിച്ചു. അപ്പോൾ ബാബേൽ ദൈവത്തിന് വിധേയപ്പെടാത്ത, ദൈവത്തേക്കാൾ ഉയരാൻ ശ്രമിക്കുന്ന, സ്വന്തം ശക്തിയിൽ ഊറ്റം കൊള്ളുന്ന നായാട്ടുവീരനായ നിമ്രോദിൻ്റെ ആത്മാവാണ്. അഹന്തയുടെ ആത്മാവാണ്. അധികാരത്തിൻ്റെ ആത്മാവാണ്. തെറ്റായ സ്വാധീനങ്ങളുടെ ആത്മാവാണ്. ഞാനും നിങ്ങളുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഇന്നും ഈ ബാബേലിൻ്റെ ആത്മാവിൽ നിറയപ്പെടുന്നവരാണ്. നിമ്രോദിൻ്റെ ആത്മാവിൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. ബാബേലിൽ നിന്ന് യെരുശലേമിലേക്ക്, ബാബേലിൽ നിന്ന് ദൈവത്തിങ്കലേക്ക്, നിമ്രോദിൻ്റെ ആത്മാവിൽ നിന്ന് പെന്തക്കോസ്തിൻ്റെ യഥാർത്ഥ ആത്മാവിലേക്ക് മടങ്ങി വരുവാൻ ഈ വചനം നമ്മെ വല്ലാതെ വെല്ലുവിളിക്കുന്നു. അപ്പോൾ അപ്രകാരം പെന്തക്കോസ്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് നിശബ്ദനായി കർത്താവിനെ സാക്ഷിച്ച ഒരാദിമ സഭ വിശ്വാസിയെക്കുറിച്ചാണ് നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുന്നത്. അത് മറ്റാരുമല്ല, ബർണബാസ് എന്ന ക്രിസ്തു ശിഷ്യനാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നാം ബർണബാസിനെ പരിചയപ്പെടുന്നു. കുറിവാക്യമായി ഒരു വാക്യം വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. He was a good man, full of the Holy Spirit, and a great number of people were brought to the Lord. ബർണബാസിൻ്റെ ജീവിതത്തിൻ്റെ 3 മാതൃകകളാണ് ഈ വേദഭാഗത്തിലൂടെ നിങ്ങളോട് പങ്കുവെപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 23 പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തികളിൽ ബർണബാസിൻ്റെ പേര് പരാമർശിക്കുന്നു. 5 പ്രാവശ്യം പൗലോസിന്റെ ലേഖനങ്ങളിൽ പല സന്ദർഭങ്ങളിലായി ബർണബാസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അത്രമാത്രം സ്വാധീനമുണ്ടായിരുന്ന ഒരു ക്രിസ്തു ശിഷ്യനായിരുന്നു ബർണബാസ്.
ഒന്നാമത്തെ ചിന്ത, ഹി വാസ് എ മാൻ ഓഫ് ഒതൻറ്റിസിറ്റി. ആധികാരികതയുടെ ആഴുവമായിരുന്നു ബർണ്ണബാസ്. ബർണ്ണബാസ് കുപ്രോസ് ദ്വീപിൽ കുടിയേറി പാർത്ത ഒരു യഹൂദൻ ആയിരുന്നു. പുരോഹിത പാരമ്പര്യത്തിൽ വളർന്നവനാണ്. ലേവിയ കുലത്തിൽ പെട്ടവനാണ്. ജോസഫ് എന്നാണ് തൻ്റെ ആദ്യത്തെ പേര്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 36-37 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. ബർണ്ണബാസ് എന്ന പേരിന് മനോഹരമായ അർത്ഥമുണ്ട്. സൺ ഓഫ് എൻകറേജ്മെൻറ്റ്, പ്രബോധനപുത്രൻ. കുറെ കൂടി ആഴമായത് പഠിച്ചാൽ പ്രോത്സാഹനം നൽകുന്നവൻ, ധൈര്യം പകരുന്നവൻ, മറ്റുള്ളവരെ ശക്തീകരിക്കുന്നവൻ എന്നൊക്കെയാണ് ബർണ്ണബാസ് എന്ന പേരിൻ്റെ അർത്ഥം. അവൻ്റെ ബർത്ത് നെയിം, ജന്മന ഉള്ള പേര് യോസഫ് എന്നായിരുന്നു. തൻ്റെ ജീവിതശൈലിയിലൂടെ, തൻ്റെ പ്രവർത്തന ശൈലികളിലൂടെ, തൻ്റെ മാതൃകാനുഭവങ്ങളിലൂടെ തന്നിലേക്ക് പകരപ്പെട്ട പേരായിരിക്കാം ബർണ്ണബാസ് എന്ന പേര്. അത്രമാത്രം ആധികാരികതയുള്ള ജീവിതം. വായിച്ച കുറിവാക്യത്തിൽ തൻ്റെ ആധികാരികതയുടെ കൂടുതൽ തെളിവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അവിടെ വായിച്ചത്? ഒന്ന്, അവൻ നല്ല മനുഷ്യൻ, ഗുഡ് മാൻ, നന്മയിൽ നിറയപ്പെട്ടവൻ, നല്ലത് മാത്രം ചിന്തിക്കുന്നവൻ, നല്ലത് മാത്രം പറയുന്നവൻ, നല്ല വികാരങ്ങളിൽ നിറയപ്പെട്ടവൻ, നല്ല വിചാരങ്ങളാൽ നയിക്കപ്പെടുന്നവൻ, തൻ്റെ ഉള്ളിനെ, തൻ്റെ ഹൃദയത്തെ പ്രതിപാദിക്കുന്ന ഒരു സാക്ഷ്യമാണ്. ആന്തരിക വിശുദ്ധിയെ ഗൗരവമായി കണ്ടവൻ, എ മാൻ ഓഫ് ഇന്നർ പ്യൂരിറ്റി. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ അപജയം അതാണ്. നമ്മുടെ ജീവിതത്തിന് പുറമേയുള്ള വഴികളിലെല്ലാം നാം വിശുദ്ധരാണ്. ആളുകൾ കാണുന്ന മേഖലകളിലൊക്കെ മിസ്റ്റർ ക്ലീനാണ്. ആർക്കും നമ്മളിൽ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ ആരും കാണാത്ത, ആരും അറിയാത്ത ജീവിതത്തിൻ്റെ നിഗൂഢ അനുഭവങ്ങളിൽ, രഹസ്യ വഴികളിൽ നാം വിശുദ്ധരാണോ എന്നുള്ളത് നാം ഗൗരവമായി ചിന്തിക്കണം. അതാണ് നന്മ എന്ന് പറയുന്നത്. ഇവിടെ ബർണ്ണബാസിൽ കാണുന്ന ഒന്നാമത്തെ നന്മ അതായിരുന്നു. അവൻ നല്ല മനുഷ്യൻ, ആന്തരിക വിശുദ്ധിയെ ഗൗരവമായി കണ്ടവൻ. 2, ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ, പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ നിലനിന്നവൻ, എ മാൻ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, സച്ചിന്തകൾ നൽകുന്ന ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ടവൻ. അവൻ്റെ വിചാരങ്ങളോ, അവൻ്റെ വികാരങ്ങളോ, അവൻ്റെ മുൻഗണനകളോ, അവൻ്റെ താല്പര്യങ്ങളോ, അവൻ്റെ സ്വാർത്ഥതയൊന്നുമല്ല അവനെ നയിച്ചത്. പിന്നെയോ അവനെ നയിച്ചത് പെന്തക്കോസ്തിന്റെ ആത്മാവാണ്, യഥാർത്ഥ ദൈവാത്മാവാണ്. 3, നാം അവിടെ വായിക്കുന്നു, വിശ്വാസത്തിൽ നിറഞ്ഞവൻ, മാൻ ഫുൾ ഓഫ് ഫെയ്ത്ത്, ദൈവത്തിൽ നങ്കൂരമർപ്പിച്ചവൻ, എല്ലാ അനുഭവങ്ങളെയും അതിജീവിപ്പാൻ കരുത്തുള്ളവൻ. വിശ്വാസം എന്താണ് പ്രിയരെ? അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള ഉറപ്പാണ്. ആധികാരികമായ ബർണ്ണബാസിന്റെ ജീവിതത്തിൻ്റെ ഈ ശക്തിയും കരുത്തും കണ്ടിട്ട് അനേകർ കർത്താവിനോട് ചേരുവാൻ മുഖാന്തരമായി എന്നും കൂടെ നമ്മോട് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അധികാരമല്ല, ആധികാരികതയാണ്. ശക്തിയല്ല, കരുത്തിൻ്റെ അനുഭവമല്ല. നന്മയും ആത്മനിറവും വിശ്വാസം കൊണ്ടൊക്കെ അലങ്കരിക്കപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം, ഒരു പെന്തക്കോസ്തിന്റെ അനുഭവം. ആ ജീവിതത്തിന് മാത്രമേ ഒരുവനെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ കഴിയൂ. ബർണ്ണബാസ് അവരനെ സ്വാധീനിച്ചത് തൻ്റെ പണം കൊണ്ടല്ല, തൻ്റെ സൗന്ദര്യം കൊണ്ടല്ല, തൻ്റെ പൗരോഹിത്യ പാരമ്പര്യം കൊണ്ടല്ല, തൻ്റെ കുടുംബ മഹിമ കൊണ്ടല്ല, തൻ്റെ കുലീനത കൊണ്ടൊന്നുമല്ല. പിന്നെയോ നന്മയും ആത്മനിറവും വിശ്വാസവുമൊക്കെ നിലനിൽക്കുന്നതായ ഒരു വിശ്വാസ ജീവിതം കൊണ്ടാണ് ബർണ്ണബാസ് അനേകരെ സ്വാധീനിച്ചത്. മാൻ ഓഫ് ഒതൻറ്റിസിറ്റി. പെന്തക്കോസ്ത് നാളിൽ താൻ അനുഭവിച്ച ആ അഗ്നി തൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും അണഞ്ഞു പോകാതെ കാത്തു സൂക്ഷിച്ചവനാണ് ബർണ്ണബാസ്. പണം കൊണ്ടും സ്വാധീനം കൊണ്ടും ശക്തി കൊണ്ടും കുടുംബ മഹിമ കൊണ്ടുമൊക്കെ നാം ഇന്ന് വലിയവരാണെന്ന് ചിന്തിച്ചേക്കാം. എന്നാൽ ബർണ്ണബാസിൻ്റെ ജീവിതം നമ്മെ വെല്ലുവിളിക്കുന്നത് മറ്റൊരനുഭവത്തിലാണ്. നമുക്കൊന്നാവശ്യം അങ്ങനെയുള്ള അധികാരമോ സ്വാധീനങ്ങളോ അല്ല. നമുക്കൊന്നാവശ്യം ആധികാരികതയുള്ള ഒരാധ്യാത്മികതയാണ്. അതുണ്ടെങ്കിൽ മാത്രമേ സുന്ദരമെന്ന ഗോപുരവാതിൽ കിടന്ന് മുടന്തനായ മനുഷ്യനെ നോക്കിക്കൊണ്ട് പത്രോസും യോഹന്നാനും പറഞ്ഞതുപോലെ നമുക്കും സാക്ഷ്യം പറയാൻ കഴിയൂ. അവർ പറഞ്ഞത്, അല്ലയോ സഹോദര, നീ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ പക്കലില്ല, വെള്ളിയും പൊന്നും ഞങ്ങളുടെ പക്കലില്ല. അതല്ല, വെള്ളിയും പൊന്നും തന്നാൽ പോലും നിന്റെ ആത്യന്തികമായ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാവില്ല.
നിന്റെ വിശപ്പ് മാറ്റാൻ കഴിയില്ല. ആത്യന്തികമായി നിനക്ക് വിടുതൽ ലഭ്യമാകില്ല. എന്നാൽ പത്രോസും യോഹന്നാനും പറഞ്ഞത്, ലുക്ക് അറ്റ് us, ഞങ്ങളെ നോക്കൂ, ഞങ്ങളിൽ ക്രിസ്തുവുണ്ട്, ഞങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്വാധീനമുണ്ട്, ശക്തിയുണ്ട്, ക്രിസ്തു നൽകുന്ന സൗഖ്യമുണ്ട്. ഇത് പറയാൻ ധൈര്യമുണ്ടായിരുന്നു അവർക്ക്. നമുക്കിന്ന് ആവശ്യം ഈ ഒരു അനുഭവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എങ്ങും പറയാൻ പറ്റിയില്ലേലും നാം പാർക്കുന്ന നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നടുവിൽ, ജന്മം നൽകിയ മക്കളുടെ നടുവിലെങ്കിലും ഇത് പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടാവണം. മക്കളെ, ലുക്ക് അറ്റ് യുവർ ഡാഡി, നിന്റെ മമ്മിയെ പോലെ, നിന്റെ പപ്പായെ പോലെ ആയിത്തീര് എന്ന് പറയാൻ ധൈര്യമുള്ള, ആധികാരികതയുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മെ പ്രതീക്ഷിക്കുന്നത്. അതാണ് യഥാർത്ഥ പെന്തിക്കോസ്തിൻ്റെ അനുഭവം. 2, എ മാൻ ഓഫ് അക്കോർഡ്. ഉടമ്പടിയുടെ ഒരാഴ്വമായിരുന്നു ബർണ്ണബാസ്. മാൻ ഓഫ് കവനന്റ്. ബർണ്ണബാസ് കുപ്രോസ് ദ്വീപിലെ സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. ധാരാളം സ്വത്ത്, സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ലേവ്യൻ. ലോകപരമായി ഒത്തിരി സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു ബർണ്ണബാസിന്. എന്നാൽ പെന്തിക്കോസ്തിന്റെ അനുഭവത്തിൽ നിറയപ്പെട്ടപ്പോൾ, പെന്തിക്കോസ്തിന്റെ അനുഭവത്താൽ സ്വാധീനിക്കപ്പെട്ടപ്പോൾ, തൻ്റെ മനോഭാവങ്ങൾക്ക്, തൻ്റെ ദർശനങ്ങൾക്ക്, തൻ്റെ മുൻഗണനകൾക്കൊക്കെ അടിമുടി വ്യത്യാസമുണ്ടായി. തൻ്റെ സമ്പത്തിനോട് തൻ്റെ മനോഭാവം തന്നെ മാറി. ഈ became a man of covenant. ഉടമ്പടി ചെയ്തു, ദൈവത്തോടുള്ള ഉടമ്പടി അവൻ ചെയ്തു. ദൈവത്തെ വലുതായി കണ്ടപ്പോൾ മറ്റെല്ലാറ്റിനെയും ചെറുതായി കാണാൻ, അവനുണ്ടായ സമ്പത്തിനെ മുഴുവൻ നിസ്സാരമായി എണ്ണാൻ ബർണ്ണബാസിന് സാധിച്ചു. അതിൻ്റെ തെളിവാണ് അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം 37-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. അവൻ നിലം വിറ്റു, അതിൻ്റെ പണം കൊണ്ടുവന്നു അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഉടമ്പടിയുടെ പ്രായോഗികമായ ഒരടയാളമാണ്. നാം മനസ്സിലാക്കണം പ്രിയരെ, ദൈവത്തോടുള്ള ബന്ധത്തിൽ തൻ്റെ നിലപാട് കളങ്കപ്പെടാതിരിപ്പാൻ, തൻ്റെ നിലപാട് തകർന്നു പോകാതിരിപ്പാൻ ബർണ്ണബാസ് എന്ത് ചെയ്തു? തന്നെ നിലം വിറ്റു. നില നഷ്ടപ്പെടാതിരിപ്പാൻ നിലം വിറ്റു. സമ്പത്തിനോടും ഭൗതിക നേട്ടങ്ങളോടും ലൗകിക സുഖങ്ങളോടും ബോധപൂർവമായ അകലം സൂക്ഷിപ്പാൻ, മാറി നടക്കാൻ അവന് സാധിച്ചു. എങ്കിൽ മാത്രമേ യഥാർത്ഥ ആത്മാവിൽ, പെന്തക്കോസ്തിന്റെ ആത്മാവിൽ നിലനിൽക്കാൻ കഴിയൂ, അർത്ഥവത്തായ സാക്ഷ്യം സാധ്യമാകൂ എന്ന് ബർണ്ണബാസിന് ബോധ്യമുണ്ടായിരുന്നു. ഭൗതിക നന്മകളോടുള്ള ബന്ധത്തിൽ താൻ കൈക്കൊണ്ട ഉടമ്പടിയുടെ അനുഭവം ആയുസ്സിൻ്റെ അന്ത്യം വരെ ബർണ്ണബാസ് ലംഘിച്ചില്ല എന്ന് നാം മനസ്സിലാക്കണം. അതിനുദാഹരണങ്ങൾ ഏറെയുണ്ട്. തൻ്റെ ഉപജീവനത്തിനായി സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു. 1 കൊരിന്ത്യർ 9:6 കഷ്ടപ്പെട്ട് ജീവിച്ചു. ഉടമ്പടി പാലനത്തിൻ്റെ ഒരടയാളം അതാണ്. അതുമാത്രമല്ല, മഹാക്ഷാമം മൂലം ദാരിദ്ര്യത്തിലായ യെരുശലേമിലെ വിശ്വാസികളെ സഹായിപ്പാൻ പൗലോസിനോടൊപ്പം മുന്നിട്ടിറങ്ങി ആ വിശ്വാസികളെ സഹായിച്ചു. അത് മറ്റൊരടയാളമാണ്. ഉടമ്പടി ബന്ധത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ ഭൗതിക സുഖങ്ങളോടും ലോകപരമായ താല്പര്യങ്ങളോടും ഒരകലം സൂക്ഷിപ്പാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വസ്തുവകയല്ല ജീവന് ആധാരമായിരിക്കുന്നത്. സോ ലെറ്റ് us focus on the eternal, not on the temporal. താൽക്കാലികമായതിൽ നമ്മുടെ കണ്ണുകൾ ഉടക്കിപ്പോകരുത്. നിത്യമായ ദർശനത്തിൽ നാം നിറയപ്പെടുവാൻ ഇടയാകണം. അപ്രകാരം നിലനിൽക്കുവാൻ പെന്തക്കോസ്തിൻ്റെ ആത്മാവ് നമ്മെ വെല്ലുവിളിക്കുന്നു. ബർണ്ണബാസിൻ്റെ ജീവിതം നമ്മെ വെല്ലുവിളിക്കുന്നു. ബർണ്ണബാസിൻ്റെ ഉടമ്പടി ജീവിതമാണ് തൻ്റെ ജന്മനാടിനെ, കുപ്രോസ് ദ്വീപിനെ കർത്താവിലേക്ക് നയിക്കുവാൻ തന്നെ മുഖാന്തരമായത്. ഈ ആത്മാവാണ്, ഈ അനുഭവമാണ്. 3, ഒരു ചിന്തയും കൂടെ. വാസ് എ മാൻ ഓഫ് അഫിനിറ്റി. അടുപ്പിക്കുന്നവൻ, ചേർത്ത് വയ്ക്കുന്നവൻ, അനുരഞ്ജനപ്പെടുത്തുന്നവൻ. ഇത് വളരെ ഗൗരവമായി കാണുന്ന 3-ാമത്തെ അനുഭവമാണ്. ബന്ധങ്ങളെ വിലയേറിയതായി എണ്ണിയവൻ. ആദിമസഭയുടെ ഏറ്റവും വലിയ അടയാളം അതായിരുന്നു. നാം ആദ്യം തന്നെ വായിച്ചു, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സോടും ഏക ആത്മാവോടും ദൈവത്തെ ആരാധിച്ചു. ഇന്ന് വിശ്വാസമുണ്ടെന്ന് പറയുന്ന ആളുകൾ വിഘടിച്ചു നിൽക്കുന്ന ഒരു കാലത്ത് അവർ വിഘടിച്ചില്ല, അവർ ഭിന്നിച്ചില്ല, പരസ്പരം കലഹിച്ചില്ല. They gathered together
വർഷിപ്ഡ് ഇൻ യൂണിറ്റി എന്നാണ് നമ്മവിടെ വായിക്കുന്നത്. അത് മാത്രമല്ല, അവരുടെ എല്ലാം പൊതുവക എന്നവർ എണ്ണി, പരസ്പരം അവർ കരുതി, മുട്ടുള്ളവർ ആരും ഉണ്ടാകാതിരിപ്പാൻ അവർ ബോധപൂർവം ശ്രദ്ധിച്ചു. പെന്തക്കോസ്തിന്റെ ആത്മാവ് അടുപ്പത്തിൻ്റെ, ഐക്യത്തിൻ്റെ ആത്മാവാണ്. അതിന് യഥാർത്ഥ ഉദാഹരണമായി പ്രവർത്തിച്ച വ്യക്തിയാണ് ബർണ്ണബാസ്. എത്രയിടങ്ങളിൽ ബർണ്ണബാസ് അത് വ്യക്തമാക്കി. പേരിൻ്റെ അർത്ഥം സൺ ഓഫ് എൻകറേജ്മെന്റ്, പ്രോത്സാഹനം നൽകുന്നവൻ, ധൈര്യം പകരുന്നവൻ, ചേർത്ത് വയ്ക്കുന്നവൻ. അത് പേരിൽ മാത്രമല്ല, തന്റെ ജീവിതത്തിലും പ്രാവർത്തികമാക്കി ബർണ്ണബാസ്. അതിന് പല ഉദാഹരണങ്ങൾ കാണാം. ഒന്ന്, സഭയെ ഉപദ്രവിച്ച ശൗൽ ദമസ്കോസിന്റെ വാതിക്കൽ വെച്ച് കർത്താവിനാൽ പിടിക്കപ്പെട്ടു, രൂപാന്തരപ്പെട്ടു. അപ്പോസ്തലന്മാരോട് ചേർന്ന് നിൽക്കുവാൻ പൗലോസ് ആഴമായി ആഗ്രഹിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 26 മുതൽ 31 വാക്യങ്ങളിൽ. എന്നാൽ എന്ത് സംഭവിച്ചു? എന്നാൽ എല്ലാവരും പൗലോസിനെ സംശയത്തോടെ നോക്കി, അവനെ അകറ്റി നിർത്തുവാൻ ശ്രമിച്ചു. പൗലോസ് ഉപദ്രവകാരിയാണെന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തി. എല്ലാവരാലും അകലപ്പെട്ടവനായി പൗലോസ് നിൽക്കുമ്പോൾ പൗലോസിനെ ചേർത്ത് പിടിച്ചവൻ ബർണ്ണബാസ് മാത്രമാണ്. ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി, അവൻ കർത്താവിനാൽ പിടിക്കപ്പെട്ടവനാണ്, ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചവനാണ്, അവനിൽ അനന്തമായ സാധ്യതകൾ ദൈവം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് എന്ന് പറയാൻ ബർണ്ണബാസിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. അടുപ്പിക്കുന്നവൻ, എ മാൻ ഓഫ് അഫിനിറ്റി. സ്തേഫാനോസിൻ്റെ രക്തസാക്ഷി മരണം മൂലം സഭയ്ക്ക് ഉപദ്രവമുണ്ടായി, അനേക വിശ്വാസികൾ ചിതറിപ്പോകാൻ കാരണമായി, അനേകർ വിശ്വാസത്തിൽ തണുത്തുപോയി, ഭയന്നോടി. ഇപ്പോൾ ഭയന്നുപോയ, ചിതറിപ്പോയ, പിന്മാറിപ്പോയ വിശ്വാസികൾ, ക്ഷീണിച്ച വിശ്വാസികളെ യഥാസ്ഥാനപ്പെടുത്തുക എന്ന ദൗത്യം നിറവേറ്റാൻ തക്കയാൾ വേണ്ടേ? യെരൂശലേം സഭ അതിനെ നിയോഗിച്ചത് മറ്റാരെയുമല്ല, ബർണ്ണബാസിനെയാണ്. ഭിന്നിച്ചു നിൽക്കുന്ന, ചിതറി നിൽക്കുന്ന, ഭയന്നുപോയ, യഥാസ്ഥാനപ്പെടാൻ കഴിയാതെ പോകുന്ന ജനത്തെ ചേർത്ത് പിടിക്കുവാൻ യെരൂശലേം സഭ അന്ത്യോക്യയിലേക്ക് അയച്ചത് ബർണ്ണബാസിനെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. എ മാൻ ഓഫ് അഫിനിറ്റി, അടുപ്പിക്കുന്നവൻ, ചേർത്ത് വയ്ക്കുന്നവൻ, യഥാസ്ഥാനപ്പെടുത്തുവാൻ പ്രത്യേകം അഭിഷേകം ലഭിച്ചവൻ. മറ്റൊരു കാര്യം കൂടെയുണ്ട്, എപ്പോഴും പൗലോസിൻ്റെ പിറകിൽ നിൽക്കാൻ മാത്രം ആഗ്രഹിച്ചവനാണ്. 2-ാം സ്ഥാനം കാംക്ഷിച്ചവൻ. കാരണം തന്നേക്കാൾ പ്രയോജനകരമായ ശുശ്രൂഷ നിറവേറ്റുവാൻ പൗലോസിന് കഴിയും. ഇത് വ്യക്തമായി ബർണ്ണബാസിനെ ബോധ്യപ്പെട്ടപ്പോൾ താൻ മത്സരിക്കാൻ ശ്രമിക്കാതെ പൗലോസിന് എല്ലാവിധമായ പ്രോത്സാഹനങ്ങളും പിന്തുണയും നൽകാൻ ബർണ്ണബാസ് എന്ന ഭക്തന് സാധിച്ചു. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ, അവരെന്നെ കൈപിടിച്ച് ഉയർത്താൻ, അവന് ബലം പകർന്നു കൊടുക്കാൻ കഴിയുന്ന യഥാർത്ഥ പെന്തക്കോസ്തിന്റെ അനുഭവം, എ മാൻ ഓഫ് അഫിനിറ്റി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിറയപ്പെടേണ്ടത് ഈ ഒരു ആത്മാവിൻ്റെ അനുഭവമാണ്. ഫാദർ ടോമോയുടെ നാളിൽ നമുക്കറിയാം, ISS തീവ്രവാദികളുടെ പിടിയിൽപ്പെട്ട് യമനിൽ രഹസ്യ കേന്ദ്രങ്ങളിൽ 1 വർഷം 6 മാസം 8 ദിവസം ഒരു പാർത്തവനാണ്. കണ്ണ് മൂടി കെട്ടപ്പെട്ടവനായി തീവ്രവാദികളുടെ പിടിയിൽ ദീർഘനാളുകൾ താമസിക്കേണ്ടി വന്ന സലേഷ്യൻ ഫാദർ ടോമോയുടെ നാളിൽ അച്ഛൻ പറയുന്നൊരു സാക്ഷ്യമുണ്ട്. ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാന ചൊല്ലുമായിരുന്നു. പള്ളിയില്ല, അൾത്താരയില്ല, മെഴുകുതിരിയില്ല, കുന്തിരിക്കത്തിൻ്റെ മണമില്ല, അപ്പവ്യഞ്ജങ്ങളില്ല. പക്ഷെ എന്നും മുടങ്ങാതെ കുർബാന ചൊല്ലുമായിരുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നെ തടവറയിൽ പാർപ്പിച്ചിരിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ആരോടും പകയില്ല, എനിക്ക് ആരോടും വിദ്വേഷമില്ല. പള്ളിയില്ല, അൾത്താരയില്ല, അപ്പവ്യഞ്ജങ്ങളില്ല, എന്നാൽ മുടങ്ങാതെ കുർബാന ചൊല്ലുക മാത്രമല്ല, ആ കുർബാനയിൽ തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞു എന്ന് പറയുന്നത് എത്രയോ ഉദാത്തമായ ദർശനമാണ്. പള്ളി ഉണ്ടായിട്ടും കുർബാന നേരിട്ട് സ്വീകരിച്ചിട്ടും നമുക്ക് എല്ലാവിധമായ ആത്മീയ അനുഭവങ്ങൾ വളരാൻ സാധിച്ചിട്ടും നമുക്കിന്ന് പലപ്പോഴും അവരോട് ക്ഷമിക്കാൻ, അനുരഞ്ജനപ്പെടാൻ, സ്നേഹത്താൽ നിറയപ്പെടാൻ കഴിയാതെ പോകുന്നു. നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ റെക്കൺസിലിയേഷൻ്റെ ആത്മാവാണ്. നമ്മുടെ ഉള്ളിൽ ചോർന്നു പോകുന്നത് യഥാർത്ഥ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവാണ്. മറന്നു പോകരുത്. ഇന്ന് നമുക്ക് ആവശ്യം, ഇന്ന് സഭയ്ക്ക് ആവശ്യം പെന്തക്കോസ്തിൻ്റെ ആത്മാവിൽ ജീവിക്കുന്ന ആളുകളെയാണ്. ബർണ്ണബാസിനെ പോലെ മാതൃകയോടെ നിലകൊള്ളുന്നവരെയാണ്. ആധികാരികതയുടെ ആത്മാവ്, ഉടമ്പടിയുടെ ആത്മാവ്, ബന്ധങ്ങളുടെ ആത്മാവ്.
നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, ദൈവമേ ഈ മണ്ണിൽ ഒരു ഭരണവാസനെ പോലെ ജീവിപ്പാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയണം. ആത്മാവിൽ ജീവിക്കുമ്പോൾ നമ്മിലൂടെ സഭ വളരും, ദൈവരാജ്യം വളരും, ദൈവനാമം മഹത്വപ്പെടുവാൻ കാരണമായി തീരും. അതിനായി ദൈവകരങ്ങളിൽ നമ്മെ വിനയപൂർവ്വം സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മേൽ പകർന്നു തന്ന് അവിടുത്തെ ആത്മാവിൻ്റെ അനുഭവത്തിനായി, വചനത്തിൻ്റെ ആഴമേറിയ അനുഭവങ്ങൾക്കായി ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, വിശ്വാസ ജീവിതം ഇന്ന് പല തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതായ ഈ കാലത്തിൽ ഒരു ഭർണബാസിനെ പോലെ ഞങ്ങളും ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആധികാരികതയുടെ ആത്മാവിൽ ഞങ്ങൾ നിറയപ്പെടുവാൻ, കർത്താവെ ഉടമ്പടി ബന്ധങ്ങളെ ലംഘിക്കാതെ നിലകൊള്ളുവാൻ, അനുരഞ്ജനത്തിൻ്റെ ആത്മാവിൽ, സ്നേഹത്തിൻ്റെ ആത്മാവിൽ നിലകൊള്ളുവാൻ, ഒരു ഭർണബാസിനെ പോലെ എന്നും പ്രശോഭിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശു മൂലം യാചിക്കുന്നു, കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. അടച്ചിടപ്പെട്ടാലും അണച്ചിടുന്നവനായി അരികിലുണ്ടെൻ്റെ നാഥൻ ആശ്രയമായി. ആഴം കടക്കുവാൻ, ആഴി കടക്കുവാൻ എന്നാത്മനാഥൻ കൂടെയുണ്ട്. ആഴം കടക്കുവാൻ, ആഴി കടക്കുവാൻ എന്നാത്മനാഥൻ കൂടെയുണ്ട്. അടച്ചിടപ്പെട്ടാലും അണച്ചിടുന്നവനായി അരികിലുണ്ടെൻ്റെ നാഥൻ ആശ്രയമായി. ആഴം കടക്കുവാൻ, ആഴി കടക്കുവാൻ എന്നാത്മനാഥൻ കൂടെയുണ്ട്. ആഴം കടക്കുവാൻ, ആഴി കടക്കുവാൻ എന്നാത്മനാഥൻ കൂടെയുണ്ട്. അനർത്ഥങ്ങളേറുമ്പോൾ, ആധിയാൽ നീറുമ്പോൾ, ആവിയാലെൻ മനം താങ്ങിടും വല്ലഭൻ. അനർത്ഥങ്ങളേറുമ്പോൾ, ആധിയാൽ നീറുമ്പോൾ, ആവിയാലെൻ മനം താങ്ങിടും വല്ലഭൻ. ബാധകളാകിലും പീഡകളാകിലും ബാധിക്കയില്ലിനി നാഥൻ തൻ താങ്ങതാൽ. ബാധകളാകിലും പീഡകളാകിലും ബാധിക്കയില്ലിനി നാഥൻ തൻ താങ്ങതാൽ. അടച്ചിടപ്പെട്ടാലും അണച്ചിടുന്നവനായി അരികിലുണ്ടെൻ്റെ നാഥൻ ആശ്രയമായി. ആഴം കടക്കുവാൻ, ആഴി കടക്കുവാൻ എന്നാത്മനാഥൻ കൂടെയുണ്ട്. ആഴം കടക്കുവാൻ, ആഴി കടക്കുവാൻ എന്നാത്മനാഥൻ കൂടെയുണ്ട്.
നൽകും പ്രാണന്റെ രക്ഷയും പ്രിയനവൻ തന്നിടും രോഗത്തിൻ സൗഖ്യവും പ്രാണനാഥൻ നൽകും പ്രാണന്റെ രക്ഷയും പ്രിയനവൻ തന്നിടും രോഗത്തിൻ സൗഖ്യവും ഏവമങ്ങേറ്റു ഞാൻ സ്തോത്രമർപ്പിച്ചിടാൻ കണ്ണീരു തന്നെന്നിൽ കാക്കണമീ ഭൂവിൽ ഏവമങ്ങേറ്റു ഞാൻ സ്തോത്രമർപ്പിച്ചിടാൻ കണ്ണീരു തന്നെന്നിൽ കാക്കണമീ ഭൂവിൽ അടച്ചിടപ്പെട്ടാലും അണച്ചിടുന്നവനായി അരികിലുണ്ടെൻ്റെ നാഥൻ ആശ്രയമായി ആഴം കടക്കുവാൻ ആഴി കടക്കുവാൻ എന്നാത്മനാഥൻ കൂടെയുണ്ട് ആഴം കടക്കുവാൻ ആഴി കടക്കുവാൻ എന്നാത്മനാഥൻ കൂടെയുണ്ട്. ഇന്ന് നിൻ സവിധേ ഞാൻ സങ്കടത്തോടങ്ങു ചേർന്നു വന്നിടുമ്പോൾ ഉള്ളുരുകീതായി ഇന്ന് നിൻ സവിധേ ഞാൻ സങ്കടത്തോടങ്ങു ചേർന്നു വന്നിടുമ്പോൾ ശിഷ്ടകാലത്തിൽ ഞാൻ ശുദ്ധിയായി ജീവിപ്പാൻ പുഷ്ടി നൽകേശുവേ ആത്മാവിൻ ശക്തിയാൽ ശിഷ്ടകാലത്തിൽ ഞാൻ ശുദ്ധിയായി ജീവിപ്പാൻ തുഷ്ടി നൽകേശുവേ ആത്മാവിൻ ശക്തിയാൽ അടച്ചിടപ്പെട്ടാലും അണച്ചിടുന്നവനായി അരികിലുണ്ടെൻ്റെ നാഥൻ ആശ്രയമായി ആഴം കടക്കുവാൻ ആഴി കടക്കുവാൻ എന്നാത്മനാഥൻ കൂടെയുണ്ട് ആഴം കടക്കുവാൻ ആഴി കടക്കുവാൻ എന്നാത്മനാഥൻ